സോളാർ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിലൂടെ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പ്രതിരോധത്തിലാവുകയാണ്. മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പും ശരിവെച്ചതോടെ വിവാദം കനക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേർന്നുണ്ട്. രാജീവ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഏതായാലും ഇടത് വലത് മുന്നണികളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് മലയാള മനോരമ മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. സോളാർ കേസിൽ വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ നടന്നു. സോളാറുമായി ബന്ധപ്പെട്ട് ഈ സമരം അവസാനിപ്പിക്കാൻ ഒത്തുതീർപ്പ് നടന്നു എന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ ഏതായാലും അത് രാഷ്ട്രീയമായി ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരുപോലെ തലവേദനയാണ്. പ്രത്യേകിച്ചും അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുലച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സോളാർ കേസ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ഘട്ടത്തിലും അന്ന് UDFന് കഴിഞ്ഞിരുന്നില്ല. പ്രധാനമായും ഉമ്മൻചാണ്ടിക്ക് നേരെയായിരുന്നു ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ LDF നടത്തി വരുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പ്രധാനമായും LDF നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ആരംഭിക്കുകയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകരെ ഈ പ്രതിഷേധങ്ങൾക്കായി എത്തിക്കുകയും ചെയ്തു. LDFന്റെ എല്ലാ നേതാക്കളും വന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അനിശ്ചിതകാല സമരമെന്നായിരുന്നു പ്രധാനമായും LDF നേതാക്കൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല, സമരം ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല എന്നും പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ആദ്യഘട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകാമെന്ന ഉമ്മൻചാണ്ടി, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, പറഞ്ഞെങ്കിലും LDF വഴങ്ങിയിരുന്നില്ല. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ LDF നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയും സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരം, ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് സമീപം താമസിക്കുന്നവരിൽ നിന്ന് വരെയുണ്ടായി. കാരണം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകരാണ് ട്രെയിൻ മാർഗവും മറ്റും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് സെക്രട്ടേറിയറ്റ് വളയുന്നു. ഈ സമരത്തെ നേരിടാനായി വൻ പോലീസ് സന്നാഹത്തെയും അതുപോലെ തന്നെ CRPFനെയും ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ആ രീതിയിൽ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നതായി ഒരു പ്രഖ്യാപനം വന്നത്. ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കളൊന്നും ഈ വിവരത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പല നേതാക്കളും മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പല നേതാക്കളുടെയും പ്രതികരണം ആ രീതിയിലായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല, സമരം പിൻവലിച്ചു എന്ന ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ആ ഘട്ടത്തിലൊക്കെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് നടന്നു എന്നതിൻ്റെ കൃത്യമായ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത്. ജോൺ ബ്രിട്ടാസാണ് ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തുടങ്ങിവെച്ചത്. ഇടനില നിന്നത് കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ ഘട്ടത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം കൂടിയാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷേ അതിന് നേതൃത്വം നൽകിയത് ചെറിയാൻ ഫിലിപ്പാണ്. അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമാണ് ചെറിയാൻ ഫിലിപ്പ്. ആ ചെറിയാൻ ഫിലിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയത് എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെച്ചത്. ഏതായാലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ചെറിയാൻ ഫിലിപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. താനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, തിരുവഞ്ചൂരും ഈ വാദം അംഗീകരിച്ചിട്ടുണ്ട്. ജോൺ മുണ്ടക്കയം കള്ളൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് തിരുവഞ്ചൂരും അതുപോലെ തന്നെ നിലവിലിപ്പോൾ ചെറിയാൻ ഫിലിപ്പും അംഗീകരിച്ചിരിക്കുകയാണ്. വിഷ്ണു, വ്യക്തമാണ്. ആർ രാജീവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.